അഞ്ജന, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഭക്ഷണത്തിന് ആളുകൾ ഏറ്റവും കൊതിയോടുകൂടി ചെല്ലുന്ന ഇടമാണ് കോഴിക്കോട്. അവിടെയും വല്ലാത്ത കഷ്ടമാണല്ലേ? തീർച്ചയായും ദിവിഷ്, കോഴിക്കോട് എന്ന് പറയുമ്പോൾ അത് ഒട്ടേറെ വിഭവങ്ങൾ, വെറൈറ്റി ആയ വിഭവങ്ങൾ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ പല ഹോട്ടലുകളും പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, നേരത്തെ ഹോട്ടലുകൾ രാവിലെ നമ്മൾ കണ്ടു എത്രത്തോളം പ്രതിസന്ധിയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കേറ്ററിംഗ് സർവീസിലാണ്, ഇവരുടെ കിച്ചണിൽ ആണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയും ഈ റെസ്റ്റോറൻറ്റുകളുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഈ മേഖലയിലും ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം, എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞ ഗ്യാസ് കുറ്റികൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4 ഗ്യാസ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിയുന്നതോടുകൂടി ഈ സ്ഥാപനത്തിലെ ബാക്കിയുള്ള അവശേഷിക്കുന്ന ഗ്യാസും കഴിഞ്ഞു. പിന്നീട് ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉടമ ചേരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഇപ്പോൾ നോക്കുമ്പോൾ 4 ഗ്യാസ് കുറ്റിയേ ഉള്ളൂ, അതിൽ മുഴുവനും ഗ്യാസ് ഇല്ല, അല്പം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിയുന്നതോടുകൂടെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ഗ്യാസ് ഇത് ഇപ്പം നമ്മൾ കയ്യിൽ ഇത് കുറച്ച് ഗ്യാസ് കൂടി ബാലൻസ് ഉള്ളൂ, 4 ഗ്യാസ് കൂടിയുള്ളൂ. അത് തന്നെ ഏകദേശം തീരാനായി. നമ്മൾ ഈ ഗ്യാസ് തീരുന്നതോടുകൂടി ഏറെക്കുറെ ഐറ്റംസൊക്കെ നമുക്ക് നിർത്തി ഒരു ക്ലോസ് പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക്. ഇപ്പോൾ ഗുഡ് വേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്ററിംഗ് സർവീസാണ്. നിങ്ങളിപ്പം കൊടുക്കുന്നത് കല്യാണ ഓർഡറുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോമ്പുതുറയാണ്, നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഓർഡറുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളിലേക്കുള്ള ഓർഡറുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇനി മാനേജ് ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോൾ തൽക്കാലം ഞങ്ങൾ ഈ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നിർത്തി സ്ഥാപനം ഏകദേശം നമുക്ക് ഒരു ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം സർക്കാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളെന്ന് മാത്രമല്ല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളും തൊഴിലാളികളും ബുദ്ധിമുട്ടിലേക്കും കഷ്ടപ്പാടിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതായത് നേരത്തെ കൊടുത്തിരുന്ന പല വിഭവങ്ങളും ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. നോമ്പുതുറയാകുമ്പോൾ ചില പലഹാരങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനുള്ള വക അങ്ങനെ രാവിലെ ആയാലും കൊടുക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കണ്ടുകൊണ്ട് നേരത്തെ പല ഓർഡറുകളും എടുത്തിരിക്കും. പക്ഷെ അതൊന്നും ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു. അതെ, ഇതൊരു റംസാൻ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഈ നൈസ്പത്രി പോലെയുള്ള അത് ഈ സമൂസ, ഉന്നക്കായ, അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഇനി നാളെ മുതൽ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലത്തെ സാഹചര്യം. ഇപ്പം വിറകൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ടു നമ്മളിപ്പോൾ വരുമ്പം ഫ്രണ്ട് ഭാഗത്ത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഗ്യാസിലായിരുന്നു പാകം ചെയ്തിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇനി വിറകിലേക്ക് മാറുകയില്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്നൊക്കെ വിറക് ശേഖരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും എല്ലാ വിഭവങ്ങളും വിറകിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ കാലഘട്ടം മാറിയതിനനുസരിച്ച് ഞങ്ങളും കുറേ പാചക രീതി ഗ്യാസിലേക്ക് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഐറ്റംസൊന്നും നമുക്ക് വിറകിലുണ്ടാക്കാൻ പറ്റില്ല. ചെറിയ തോതിലുള്ള ഒരു ചെറിയ മീൽസ് പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിറകിൽ ഉണ്ടാക്കുവാൻ നിലവിൽ പറ്റുകയുള്ളൂ. ഈ വിറകിൽ വളരെ കുറച്ച് ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും മാറി, നമ്മൾ വിറക് ഉപയോഗിച്ച് പൂർണ്ണമായും ഗ്യാസിലേക്ക് മാറി തുടങ്ങിയതോടുകൂടിയാണ് ഇങ്ങനെ ഒരു ക്രൈസിസോ നമ്മൾ പെട്ടുപോയത്. അല്ലെങ്കിൽ ഒരു സമാന്തരമായി നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.